നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് അന്താരാഷ്ട്ര ഐക്യദാർഢ്യ ദിനമാണ്. ഐക്യത്തിന് വേണ്ടി, ഡൈവേഴ്സിറ്റിക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രവർത്തിക്കേണ്ട, അതിനുവേണ്ടി ഉദ്ബോധിതരാകേണ്ട ഒരു ദിവസം. ഒപ്പം തന്നെ ഇന്ന് നിരവധി വാർത്തകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ മുൻപൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുള്ളതുപോലെ ചില പ്രത്യേക പോയിന്റുകളിലെത്തി ഈ അന്വേഷണമൊക്കെ സ്റ്റക്കായി നിൽക്കുന്നു എന്നുള്ള സംശയമൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളതാണ്. എന്തായാലും തുടരന്വേഷണത്തിന്, പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ കൂടി എടുത്തു പറയേണ്ട ഒരു സാഹചര്യത്തിൽ അന്വേഷണം കുറച്ചുകൂടി കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇന്നിപ്പോൾ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്നു. മനോജ് ഭണ്ഡാരി, സ്മാർട്ട് ക്രിയേഷൻ സിഇഒയാണ് മനോജ് ഭണ്ഡാരി. ഒപ്പം ഈ ഗോവർദ്ധൻ, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, ഇവരെയൊക്കെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. സ്വാഭാവികമായും കൃത്യമായ നിർണായകമായ വിവരങ്ങൾ ഇവരിൽ നിന്ന് ഉണ്ടാകുമെന്നതിനാണ് ലഭിക്കുന്ന സൂചനകൾ. ഇൻ്റർനാഷണൽ വാർത്തകളിലേക്കൊക്കെ വരുമ്പോൾ നിരവധിയാണ്. അമേരിക്ക സിറിയയിൽ വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒപ്പം തൊട്ട് അയൽരാജ്യത്തെ അശാന്തി എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ ജെൻസി കൂടുതൽ പ്രക്ഷോഭത്തിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കും. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ വരാം. ആദ്യം തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ഉന്നതരെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം. സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ തിങ്കളാഴ്ച അപേക്ഷ നൽകും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലപ്പോഴായി 1.5 കോടി നൽകിയെന്ന ഗോവർദ്ധന്റെ മൊഴി തെളിവുകൾ SITക്ക് കൈമാറി. ബംഗ്ലാദേശിൽ കലാപം രൂക്ഷം. കൊല്ലപ്പെട്ട ജെൻസി നേതാവ് ഉസ്മാൻ ഹാദിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന്. ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രത. ബംഗാൾ ഉൾക്കടലിൽ ബംഗ്ലാദേശ് മത്സ്യബന്ധന ബോട്ടുകളുടെ എണ്ണം അസാധാരണ നിലയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യം നിരീക്ഷിച്ച് കോസ്റ്റ് ഗാർഡ്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉത്തരവ് പറയുക. തിരുവനന്തപുരം സെഷൻസ് കോടതി ഗൗരവമേറിയ കുറ്റമെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് പ്രതിഭാഗം. സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ വ്യോമാക്രമണം. ഓപ്പറേഷൻ ഹോക്കി, അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് തിരിച്ചടിയെന്ന വിശദീകരണം. തായ്വാനിൽ മെട്രോ സ്റ്റേഷനുകളിൽ പുകബോംബ് വലിച്ചെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കത്തിയാക്രമണം. 3 പേർ കൊല്ലപ്പെട്ടു. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ പുറത്തുവിട്ട് അമേരിക്ക. 1200ഓളം പേരെ എപ്സ്റ്റീൻ പീഡിപ്പിച്ചതായി രേഖകൾ. ബിൽ ക്ലിന്റൺ, മൈക്കൽ ജാക്സൺ എന്നിവരുമായി അടുത്ത ബന്ധമെന്നും റിപ്പോർട്ട്. അഹമ്മദാബാദ് 2020-ൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യക്ക് 30 റൺസിന്റെ ജയം. പരമ്പര 3-1 സ്വന്തമാക്കി. വരുൺ ചക്രവർത്തി പരമ്പരയിലെ താരം. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് ഉച്ചയ്ക്ക് പ്രഖ്യാപിക്കും. സഞ്ജു ടീമിൽ തുടർന്നേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ, നിർണായകമായ മൊഴികളൊക്കെ പുറത്തു വരികയാണ്. പലതവണയായി 1.5 കോടിയിലേറെ രൂപ പോറ്റിക്ക് കൈമാറിയ ശേഷമാണ് ഈ സ്വർണം താൻ കൈപ്പറ്റിയതെന്ന് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുണ്ട് SITക്ക് മുന്നിൽ. ഈ പോറ്റിക്ക് പണം കൈമാറിയതിൻ്റെ തെളിവുകളടക്കം ഹാജരാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ പുറത്തു വരുന്നു എന്നതാണ് ഏവരും സാഗൂതം അന്വേഷിക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ പത്മകുമാറിൻ്റെ അറസ്റ്റിലേക്ക് കടന്നതിന് ശേഷം വലിയൊരു പുരോഗതിയൊന്നും നമുക്ക് തുടക്കത്തിലേ കാണാൻ സാധിച്ചില്ല. നമ്മൾ പലപ്പോഴും അത് സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. ഇപ്പോൾ വീണ്ടും ഈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ മനോജ് ഭണ്ഡാരിയൊപ്പം ഈ ഗോവർദ്ധനെ മുൻപും SIT ചോദ്യം ചെയ്തു തന്നെയാണ്. പക്ഷേ ഗോവർദ്ധൻ്റെ മൊഴികൾ നിർണായകമാണ് എങ്കിൽ കൂടി താനൊരു സ്വാഭാവിക സ്വർണ്ണ വ്യാപാരിയാണെന്നാണ് ഈ ഗോവർദ്ധൻ പറയുന്നത് തന്നെ. ഈ ഗോവർദ്ധനെ അടക്കം മാപ്പുസാക്ഷിയാക്കാനുള്ള നീക്കമുണ്ടോ?
സ്വപ്ന, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ ഗോവർദ്ധനെയും സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് SIT. അത് വളരെ നിർണായകമാണ്. കാരണം ഗോവർദ്ധന്റെ പുതിയ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പല തവണയായി ഏകദേശം 1.5 കോടിയിലധികം രൂപ പല ഘട്ടങ്ങളിലായി ഈ സ്വർണം വാങ്ങുന്നതിന് വേണ്ടി ഒരു സുഹൃത്തെന്ന നിലയിലുമൊക്കെ ഈ ഗോവർദ്ധൻ, ഈ സ്വർണ്ണ വ്യാപാരി, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ കൈമാറിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഏറ്റവും പുതുതായി ഇത്തരത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഗോവർദ്ധനും ഈ പങ്കജ് ഭണ്ഡാരിയും നിലവിൽ റിമാൻഡിലാണ്. ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ തെളിവുകളിലേക്കും കൂടുതൽ ആളുകളിലേക്കും ഈ അന്വേഷണം എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത്. ഈ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച സമർപ്പിക്കും. അതേസമയം ഈ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ പറയുന്നത് ശബരിമലയിലെ പ്രമുഖരുമായി തനിക്ക് ബന്ധമുണ്ട് എന്നത് സത്യമാണ്. ഈ മറ്റുള്ളവരെയെല്ലാം പരിചയപ്പെടുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി തന്നെയാണ് എന്ന വാദം തന്നെയാണ് ഈ ഗോവർദ്ധൻ ഉന്നയിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഒരു സുഹൃത്തെന്ന നിലയിലും ഒരു സ്വർണ്ണ വ്യാപാരി എന്ന നിലയിലുമുള്ള ബന്ധം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉണ്ടായിരുന്നത്. ഈ ശബരിമലയിൽ നിന്നും സ്വർണം വാങ്ങുന്നത് ഒരു സ്വർണ്ണ വ്യാപാരി എന്ന നിലയിലുള്ള താനൊരു ഇന്നസെന്റ് ബയർ ആണെന്ന കാര്യമാണ് ഈ ഗോവർദ്ധൻ ആവർത്തിക്കുന്നത്. ഈ സിഇഒ പങ്കജ് ഭണ്ഡാരി മുൻപ് പറഞ്ഞിരുന്നത് ശബരിമലയിൽ നിന്നും സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണം പൊതിയാനെത്തിയത് ചെമ്പ് പാളികളാണ് എന്ന കാര്യമാണ്. പക്ഷേ നിലവിൽ ഈ പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തതിലൂടെ SITക്ക് മനസ്സിലായിട്ടുള്ളത് ശബരിമലയിൽ നിന്നും കൊണ്ടുവന്ന സ്വർണമാണ് എന്ന് പങ്കജ് ഭണ്ഡാരിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും വ്യക്തമായി എന്ന കാര്യമാണ് പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരും. കഴിഞ്ഞ ദിവസം സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിസംബറിന് ശേഷം ഈ അന്വേഷണത്തിൽ ഒരു വലിയ പുരോഗതിയില്ലായിരുന്നു. കൂടുതൽ അറസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതിൽ കോടതിയുടെ വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ പറ്റി സമാന്തരമായി ED അന്വേഷണം ഉടൻ ആരംഭിക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമാണ് ഇത്തരത്തിൽ അന്വേഷണവുമായി ED മുന്നോട്ട് പോവുക. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ അന്വേഷണം കൂടുതൽ പ്രമുഖരിലേക്ക് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വപ്ന, എന്തായാലും 14 ദിവസത്തേക്ക് രണ്ടുപേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിർണായക വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് സൂചന. ഈ സ്വാഭാവിക സ്വർണം വാങ്ങുന്ന ആളാണ് അല്ലെങ്കിൽ ഇന്നസെന്റ് ബയറാണ് എന്നൊക്കെ പറയുമ്പോൾ ഗോവർദ്ധൻ തന്നെ പറയുന്നുണ്ട് ശബരിമലയുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്ന്. ഒരു സ്വർണം ഇത്രയും ബൾക്കായി തൻ്റെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അത് എവിടെ നിന്നാണ് എന്ന് സ്വാഭാവികമായും ഗോവർദ്ധന് അറിയാൻ സാധിക്കും. സ്വാഭാവികമായും ശബരിമലയിലെ സ്വർണം എന്ന് പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലൊക്കെ ഇത് വാങ്ങി, അപ്പോൾ കൃത്യമായ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ട് ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഗോവർദ്ധനുണ്ട്. ഗോവർദ്ധൻ ഒട്ടും തന്നെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വരും മണിക്കൂറുകളൊക്കെ നിർണായകമാണ്. നിർണായകമായ മൊഴികൾ തന്നെയാണ് പുറത്തു വരാനിരിക്കുന്നത്. ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്നിപ്പോൾ ഉത്തരവുണ്ടാകും. തിരുവനന്തപുരം 7ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഉത്തരവ് പറയുന്നത്. കേസിൽ കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു. സമൂഹത്തിൽ അറിയപ്പെടുന്ന വ്യക്തി നടത്തിയ അതിക്രമം ഗൗരവമുള്ളതാണ്, അതിനാൽ ജാമ്യം അനുവദിക്കരുത് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ പരാതി അടിസ്ഥാനരഹിതവും ഗൂഢാലോചനയുടെ ഭാഗവുമാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. IFFKയിൽ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജൂറി ചെയർമാനായിരുന്ന PT കുഞ്ഞു മുഹമ്മദ് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് സംവിധായിക പരാതി നൽകിയിട്ടുള്ളത്. അമേരിക്കയിലെ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട അന്വേഷണ രേഖകൾ US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടു. മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് പേജുകളുള്ളതാണ് ഫയൽ. അന്വേഷണങ്ങളെ ബാധിക്കുന്ന വിവരങ്ങൾ, ഇരകളുടെ സ്വകാര്യത, ലൈംഗിക അതിക്രമങ്ങളുടെ ദൃശ്യങ്ങൾ ഇവ പുറത്തുവിട്ടിട്ടില്ല. US മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, പ്രശസ്ത സംഗീതജ്ഞരായ മിക് ജാഗർ, മൈക്കൽ ജാക്സൺ തുടങ്ങിയ പ്രമുഖരുടെ ചിത്രങ്ങൾ ഈ ഫയലുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ രേഖകളിൽ പേര് വരുന്നതോ ചിത്രങ്ങൾ ഉൾപ്പെടുന്നതോ ഇവർ കുറ്റം ചെയ്തതിൻ്റെ സൂചനയല്ലെന്നും നേരത്തെ ഇത്തരത്തിൽ പേര് പുറത്തുവന്ന പല പ്രമുഖരും തങ്ങൾക്ക് എപ്സ്റ്റീനുമായി ബന്ധമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എപ്സ്റ്റീൻ്റെ സാമ്പത്തിക ഇടപാടുകളും പ്രമുഖരുമായുള്ള ബന്ധങ്ങളും വെളിപ്പെടുത്തുന്ന കൂടുതൽ വിവരങ്ങൾക്കായി ഉദ്യോഗസ്ഥർ രേഖകൾ പരിശോധിച്ചു വരികയാണ്. ഇടുക്കി കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസ് ആത്മഹത്യ ചെയ്ത് 1 വർഷം കഴിഞ്ഞിട്ടും നീതി കിട്ടിയില്ലെന്ന് കുടുംബം. SHO മുതൽ മുഖ്യമന്ത്രിക്ക് വരെ പരാതി നൽകിയിട്ടും പ്രയോജനമുണ്ടായില്ല. സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയെ സമീപിക്കും. മരിച്ച സമയത്ത് സഹായിക്കാമെന്ന് പറഞ്ഞെത്തിയ നേതാക്കളെല്ലാം പിന്മാറിയെന്നും ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു. ഒരു മറുപടി കിട്ടുന്നുണ്ട്, പക്ഷേ ഇതിനകത്ത് കേസൊന്നും എടുക്കാൻ പറ്റിയാത്ത രീതിയിലുള്ള മറുപടികളാണ് നമുക്ക് കിട്ടിയത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ വല്ലാത്തൊരു ഡിപ്രഷൻ സ്റ്റേജിലാണ്. കാരണം
എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. കൈക്കൂലി കേസിൽ ജയിൽ DIG വിനോദ് കുമാറിനെതിരായ നടപടികൾ വൈകുന്നു. ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്തുവെന്ന് വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. എന്നിട്ടും വിനോദ് കുമാറിനെ ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. എന്ത് കാര്യം എന്ന് നമുക്ക് ദേവിയോട് ചോദിച്ച് മനസ്സിലാക്കാം. ദേവിക, ഒരുപക്ഷേ സർക്കാരിൻ്റെയൊക്കെ ആശ്രിത വാത്സല്യത്തിൽ തുടരുകയാണോ വിനോദ് കുമാർ? തീർച്ചയായിട്ടും സ്വപ്ന, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഭരണപക്ഷത്തിന്റെ ഒരു വലിയ പിന്തുണ ഈ വിനോദ് കുമാറിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഒരു ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG മറ്റു ജയിലുകൾ സന്ദർശിക്കുമ്പോൾ മുൻകൂർ അനുമതി വാങ്ങേണ്ടതൊക്കെയുണ്ട്. ഏകദേശം 1 മണിക്കൂറിലധികം നേരമാണ് പല ജയിലുകളിലും മുൻകൂർ അനുമതിയില്ലാതെ ഈ വിനോദ് കുമാർ സന്ദർശനം നടത്തിയിട്ടുള്ളത്. ഈ വിവരങ്ങളെല്ലാം തന്നെ പല തവണകളിലായി ഇതിനുള്ള ഉന്നതർക്ക് പരാതിയായി പോയിട്ടുള്ളതാണ്. പക്ഷെ ഇത്രയും കാലം പിന്നിട്ടിട്ട് കൂടി ഈ പരാതികളിലൊന്നും ഒരു അന്വേഷണമോ ഒരു വകുപ്പ് തല നടപടിയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതെല്ലാം ഇത്തരത്തിലുള്ള ഒരു ഉന്നത പിന്തുണ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുമാത്രമല്ല, വലിയ ക്രമക്കേടാണ് ഈ ഒരു വിനോദ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന വിജിലൻസ് റിപ്പോർട്ടുണ്ട്. വിജിലൻസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടൊക്കെ ആഭ്യന്തര വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ കൊലക്കേസ് പ്രതികളിൽ നിന്നടക്കം അവരുടെ ബന്ധുക്കളിൽ നിന്നടക്കം ഈ വിനോദ് കുമാർ കൈപ്പറ്റിയിട്ടുണ്ട്. ഇത്രയും വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിലൊരു കൈക്കൂലി കേസിൽ ഉൾപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ്. അതിന്റെ ഗൗരവം വലുത് തന്നെയാണ്. എന്തായാലും ഇത്രയും വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ട് കൂടി ഇതുവരെ ഈ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറിയത്. എന്നിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. കാരണം ഇത്രയും വലിയ ക്രമക്കേടുകൾ നടത്തിയ പോലീസിനുള്ളിൽ തന്നെ ഇത്രയും ക്രമക്കേടുകൾ നടക്കുകയാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താകുമെന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. എന്തായാലും ഇതിലൊരു കൃത്യമായ നിലപാടുമായി ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വന്നില്ലെങ്കിൽ വീണ്ടും വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഇത് കാരണമാകുമെന്ന് തീർച്ചയാണ്. സ്വപ്ന. ദേവികയാണ് വിവരങ്ങളുമായി ചേർന്ന്. കൈക്കൂലി കേസിൽ ജയിൽ DIG വിനോദ് കുമാറിനെതിരായ നടപടി വൈകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നിരവധി തെളിവുകളാണ് വിനോദ് കുമാറിനെതിരെയുള്ളത്. എങ്കിൽ കൂടിയും സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് ഇനിയും കടന്നിട്ടില്ല. സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ രൂക്ഷമായ ആക്രമണവുമായി അമേരിക്കൻ സൈനിക കൊല്ലപ്പെട്ട ആക്രമണത്തിന് ശക്തമായ മറുപടിയാണ് ആക്രമണമെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ആയുധ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുള്ളതാണ് അമേരിക്കയുടെ ഓപ്പറേഷൻ ഹോക്കി എന്ന പേരിലുള്ള ആക്രമണം. യുദ്ധവിമാനം, ഹെലികോപ്റ്റർ, പീരങ്കി ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാണ് അമേരിക്കയുടെ ആക്രമണം. ജോർദാനിൽ നിന്നുള്ള വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ഡിസംബർ 13 സിറിയയിലെ പാൽമിറയിൽ IS ആക്രമണത്തിൽ 2 സൈനികരും അമേരിക്കൻ സ്വദേശിയും കൊല്ലപ്പെട്ടിരുന്നു. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അന്ന് തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു. തായ്വാനിലെ തായ്പേയിൽ മെട്രോ സ്റ്റേഷനുകളുണ്ടായ ബോംബാക്രമണത്തിലും കത്തിക്കുത്തിലും അക്രമി ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. 5 പേർക്ക് പരിക്കുണ്ട്. തായ്പേൻ മെയിൻ സ്റ്റേഷനിലും ഷാങ്ഷാൻ സ്റ്റേഷനിലുമായാണ് ആക്രമണം ഉണ്ടായത്. മുഖം മൂടി ധരിച്ചെത്തിയ അക്രമി മെയിൻ സ്റ്റേഷനിൽ ഗ്രനേഡുകൾ എറിയുകയും തുടർന്ന് യാത്രക്കാരെ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയുമായിരുന്നു. അക്രമിയെ തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരാൾ കൊല്ലപ്പെട്ടത്. ആക്രമണം ആസൂത്രിതമാണെന്ന് തായ്വാൻ പ്രധാനമന്ത്രി ചോ ജാങ് പറഞ്ഞു. സംഭവത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമി ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതായും പോലീസ് സ്ഥിരീകരിച്ചു. കൊച്ചിയിൽ റിട്ടയർഡ് അധ്യാപികയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇടപ്പള്ളി പോണേക്കര പ്രതീക്ഷ നഗർ റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരി 70 വയസ്സുള്ള വനജയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിനുള്ളിലെ കിടക്കയിലാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊച്ചിയിൽ നിന്നും പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, ദാരുണമായ സംഭവം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു അസ്വാഭാവികത നമുക്ക് ഈ ഒരു മരണത്തിൽ തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ശരീരം നിറയെ മുറിവുകളുണ്ട്, രക്തം വാർന്ന നിലയിലായിരുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വപ്ന, തീർച്ചയായും ഇന്നലെ രാത്രിയാണ് ഈ റിട്ടയർഡ് അധ്യാപികയായ വനജയെ വീട്ടിനുള്ളിൽ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ശരീരത്തിലാകമാനം മുറിവുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. രക്തം വാർന്ന് മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇത് എളമക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. രാത്രി തന്നെ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. അപ്പോൾ പരിശോധനയിലാണ് മൃതദേഹത്തിലാകമാനം മുറിവുകൾ കണ്ടെത്തിയത്. ഈ കട്ടിലിൽ ഒരു ആയുധം, അതായത് ഒരു കത്തിയും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കൊലപാതകമാണെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതേസമയം ആത്മഹത്യ എന്നുള്ള
സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഏതായാലും ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ വനജ എന്ന റിട്ടയർഡ് അധ്യാപിക മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ബന്ധുക്കൾ രാത്രിയിൽ എത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. ഏതായാലും അല്പസമയത്തിനകം ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തും. കൊലപാതകമെന്ന ഒരു നിഗമനത്തിൽ തന്നെ പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഏതായാലും വിശദമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ്. അല്പസമയത്തിനകം പോലീസ് ഫോറൻസിക് വിദഗ്ധരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ധാരാളം ആളുകൾ ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ അവിടേക്ക് പോലീസും രാവിലെ തന്നെ ഇന്നലെ ഇവിടെ പോലീസ് ഉണ്ടായിരുന്നു. രാവിലെ ഇവിടേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെത്തുകയും അന്വേഷണം നടത്തുകയുമാണ്. ഏതായാലും അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വരുമെന്നാണ് കരുതുന്നത്. സ്വപ്ന. പ്രശാന്താണ് വിവരങ്ങളുമായി ചേർന്ന്. കൊച്ചിയിൽ റിട്ടയർഡ് അധ്യാപികയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇടപ്പള്ളി പൂണിക്കര പ്രതീക്ഷ റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരി 70 വയസ്സുള്ള വനജ എന്ന സ്ത്രീ ശരീരമാസകലം മുറിവുകളോടുകൂടിയാണ്, രക്തം വാർന്ന നിലയിലാണ് അവരെ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആത്മഹത്യയാണോ എന്നതടക്കമുള്ള പ്രാഥമിക നിഗമനങ്ങളിലേക്കടക്കം പോലീസ് എത്തുന്നുമുണ്ട്. അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. അയൽരാജ്യത്തിലെ അശാന്തി വല്ലാതെ സ്വസ്ഥത കെടുത്തുകയാണ് ഇന്ത്യയുടെ. പറഞ്ഞു വരുന്നത് ബംഗ്ലാദേശിലെ കാര്യം തന്നെയാണ്. കഴിഞ്ഞ 2 മാസമായി ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ അതിരൂക്ഷമാണ്. കൊല്ലപ്പെട്ട ജൻസി നേതാവ് ഉസ്മാൻ ഹാദിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കാനിരിക്കെ ഈ പ്രതിഷേധങ്ങളെല്ലാം ഏത് രീതിയിലാണ്, ഏത് തലത്തിലേക്കാണ് ഇനി ചെന്നെത്തുക എന്നാണ് അറിയാനുള്ളത്. എന്തായാലും ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ബംഗ്ലാദേശ് മത്സ്യബന്ധന ബോട്ടുകളുടെ എണ്ണം അസാധാരണമായ നിലയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കോസ്റ്റ് ഗാർഡ് നിരീക്ഷിക്കുന്നുണ്ട്. ഐശ്വര്യ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ഐശ്വര്യ, ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള തലവേദന ഇന്ത്യക്ക് ഒഴിയുന്നതേയില്ല. ഈ പറഞ്ഞതുപോലെ 2-2.5 മാസത്തിലേറെയായി അവിടുത്തെ ഒരു ആഭ്യന്തര അശാന്തി തുടങ്ങിയിട്ട് തന്നെ അതിൻ്റെ പ്രതിഫലനം ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലടക്കം. നമുക്കറിയാം ഷെയ്ഖ് ഹസീന ഇവിടെ ആയതുകൊണ്ട് തന്നെ അതൊരു പ്രധാന കാരണമാണ്. ഒരു ശത്രുതാ മനോഭാവം ഇതിനോടകം തന്നെ ബംഗ്ലാദേശിന് ഇന്ത്യയോട് തോന്നിയിട്ടുണ്ട് എന്നതും നമ്മൾ എടുത്തു പറയണം. അതിനൊപ്പമാണിപ്പോൾ ഈ ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യയുടെ പിൻവാതിലെന്നാണ് ബംഗാൾ ഉൾക്കടൽ അറിയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഫെബ്രുവരി മാർച്ചിൽ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ആ മേഖലയിൽ തങ്ങളുടെ ഒരു സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ബംഗ്ലാദേശിൻ്റെ ഒരു അറിഞ്ഞോ അറിയാതെയോ ഉള്ള ഒരു നീക്കവും നടക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പുറത്തറിയുന്നതിനപ്പുറം വലിയ രീതിയിൽ ഈ മത്സ്യബന്ധന ബോട്ടുകളടക്കം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ വരുന്നുണ്ട്. ഇതിന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ ഒരു പിന്തുണയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേ സ്വപ്ന ഈ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യക്ക് വീണ്ടും ബംഗ്ലാദേശ് കാരണം ഒരു തലവേദനയായിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികളെല്ലാം തന്നെ. അതായത് ജൻസി സംഘടനയുടെ നേതാവും കൂടാതെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനെ താഴെ ഇറക്കാനായി പ്രവർത്തിച്ച ഇൻക്ലാബ് മഞ്ച് സംഘടനയുടെ നേതാവുമായ ഉസ്മാൻ ഹാദിയാണ് കൊല്ലപ്പെട്ടത്. അദ്ദേഹം കൊല്ലപ്പെട്ടതിന് പിന്നാലെ വലിയ രീതിയിലുള്ള അക്രമങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയത്. ബംഗ്ലാദേശിലെ തലസ്ഥാനമായ ധാക്കയിലുടനീളം പ്രക്ഷോഭകർ വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുകയും എന്തിനു പറയുന്നു, മാധ്യമ സ്ഥാപനങ്ങൾ വരെ ആക്രമിച്ച് തീയിടുന്ന ഒരു സന്ദർഭമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉണ്ടായത്. ഫെബ്രുവരി, അതായത് ഈ ഡിസംബർ 12-ാം തീയതിയാണ് ഉസ്മാൻ ഹാദി അജ്ഞാതരുടെ വെടിയേൽക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളാവുകയും തലയ്ക്കാണ് വെടിയേറ്റത്. അതിനുശേഷം അവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ അതിലൊന്നും കാര്യമുണ്ടായില്ല. ഒടുവിൽ ഈ ഉസ്മാൻ ഹാദി മരണപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ബംഗ്ലാദേശിലുണ്ടായത്. ഉസ്മാൻ ഹാദിയുടെ മൃതദേഹം ഇന്നലെയാണ് ബംഗ്ലാദേശിലേക്ക് എത്തിച്ചത്. അതിനുശേഷം അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കൂടാതെ എന്തിന് ജീവൻ എടുത്തു, അതിൽ ഇന്ത്യക്ക് പങ്കുണ്ട്, അക്രമികളെ ഇന്ത്യയിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചു എന്ന തരത്തിലുമുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. അതായത് ആരോപണ ചട്ടങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് നേരെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഹൈ കമ്മീഷണർ ഓഫീസിന് നേരെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായത്. നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിലുടനീളം ഉണ്ടായത് എന്ത് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഷെയ്ഖ് ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലാണ്. ഈ ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്കാണ് ബംഗ്ലാദേശ് സുപ്രീം കോടതി വിധിച്ചത്. അതിനുശേഷം ഈ ഒരു എന്തിനേറെ പറയുന്നു, ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് ഇടക്കാല സർക്കാരിൻ്റെ കത്ത് ലഭിക്കുകയും എന്നാൽ ഇന്ത്യ അതിനോട് പ്രതികരിക്കാതെ
വരാനിരിക്കുകയും നമുക്കറിയാം രാഷ്ട്രീയ അഭയം പ്രാപിച്ച ഒരാളെയും തന്നെയും ഇന്ത്യ വിട്ടുകൊടുത്തൊരു ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ സുരക്ഷിതയാണ് എന്ന് അവർക്കറിയാം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അക്രമങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതായത് ഫെബ്രുവരി 12-നാണ് ഇനി ബംഗ്ലാദേശിലൊരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഈ ഉസ്മാൻ ഹാദിയ മത്സരിക്കാനിരുന്നതായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇന്ത്യക്ക് നേരെ ഈ ഒരു ആക്രമണങ്ങൾക്കൊക്കെയും ഇന്ത്യക്ക് പങ്കുണ്ട്. ഇന്ത്യക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പങ്ക് എന്ന് വരുത്തി തീർക്കാനാണ് ഇടക്കാല സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്ന് അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത്. കാരണം നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലുടനീളം വലിയ രീതിയിലുള്ള കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബംഗാൾ ഉൾക്കടലിൽ അനിയന്ത്രിതമായ രീതിയിൽ ഈ ബംഗ്ലാദേശിലെ ബോട്ടുകൾ കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള നിരീക്ഷണമാണ് കോസ്റ്റ് ഗാർഡും ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഉസ്മാൻ ഹാദിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. പാർലമെന്റ് വളപ്പിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കുക. ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭം, നമുക്കറിയാം ഈ ജെൻസി പ്രക്ഷോഭം അഴിച്ചുവിട്ടത്, ജെൻസി പ്രക്ഷോഭങ്ങളുടെയൊക്കെ ഒരു നേതാവ് എന്ന് പറയുന്നത് ഉസ്മാൻ ഹാദിയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാകും ഇദ്ദേഹത്തിൻ്റെ ഒരു വിയോഗത്തെ തുടർന്നുണ്ടാകുന്ന ഒരു പ്രതിഷേധങ്ങളെ ഈ ജെൻസി സംഘടനകൾ എങ്ങനെയായിരിക്കും ഇതിന് വഴിതിരിച്ച് വിടുക എന്നുള്ളത് അറിയില്ല. ഒരു ഇടക്കാല സർക്കാർ അവിടെ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഒരു അക്രമങ്ങളും ഉണ്ടാക്കരുത്, രാജ്യം സമാധാന പാതയിൽ വേണം പോകാൻ, ഒരു തരത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള മുന്നറിയിപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം പറയേണ്ടത്, നമ്മുടെ ഈ ഒരു ബംഗ്ലാദേശിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പിന് നമ്മുടെ രാജ്യം സജ്ജമല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണം എന്നുള്ളതാണ് ഈ ഒരു ഇടക്കാല സർക്കാരിൻ്റെ നീക്കം എന്ന തരത്തിലുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംസ്കാരത്തിന് ശേഷം എന്താകും ബംഗ്ലാദേശിൽ നടക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. സ്വപ്ന. തീർച്ചയായും ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഉസ്മാൻ ഹാദി എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ ഈ പറഞ്ഞതുപോലെ അടുത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ പ്രതീക്ഷയോടെ, ജെൻസി പ്രതീക്ഷയോടെ ഒരുപക്ഷെ തങ്ങളുടെ നേതൃത്വത്തിലേക്ക് കണ്ടിരുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്രതീക്ഷിത വിയോഗം, അദ്ദേഹത്തിൻ്റെ കൊലപ്പെടുത്തലൊക്കെ വലിയ രീതിയിൽ തന്നെ ഈ ജെൻസിയെ വലിയ രീതിയിൽ, അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരിക്കുന്നത്. നമുക്കറിയാം വളരെ വലിയ തലത്തിൽ തന്നെ ബംഗ്ലാദേശ് അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ് ട്രിബ്യൂണൽ, വിട്ടുകൊടുക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച്. പക്ഷേ ഇപ്പോഴും ആ ഒരു ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യ. ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്ന് ഒരു സർക്കാർ ഭരണത്തിൽ ഏറുമ്പോൾ ആ സർക്കാരുമായി ചർച്ച നടത്തി ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കുന്ന കാര്യങ്ങളിലേക്ക് അടക്കം നീങ്ങാമെന്നാണ് ഇന്ത്യയുടെ ഒരു നിലപാട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിൻ്റെ ഉൾക്കടലാണ് ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് സോണാണ്, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണാണ്. അതിലേക്ക് കടന്നു കയറിയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് നേവിയുടെയാണ്, കോസ്റ്റ് ഗാർഡിൻ്റെയാണ് ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 17 പേരെയാണ് ഇവർ അറ്റാക്ക് ചെയ്തത്. 11 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, 6 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അതിൽ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചതായുള്ള സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഇന്ത്യ ബംഗ്ലാദേശിലെ അസ്വാരസ്യങ്ങൾ അത് കുറച്ച് മൂർച്ഛിച്ച തലത്തിലേക്ക് മുന്നോട്ട് പോവുക തന്നെയാണ്. 93ാമത് ശിവഗിരി മഹാതീർത്ഥാടനം ഈ മാസം 30 മുതൽ ആരംഭിക്കും. ഇത്തവണ വിപുലമായ ഒരുക്കങ്ങളോടുകൂടിയാണ് തീർത്ഥാടനകാലം നടക്കുന്നത്. ഡിസംബർ 30 രാവിലെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രി MB രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന തീർത്ഥാടക സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുഖ്യാതിഥിയാകും. വിവിധ മത, രാഷ്ട്രീയ, സാമൂഹിക പ്രസ്ഥാനങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും. തുടർന്ന് വിവിധ സെഷനുകളും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും. സമ്മേളനത്തിൽ കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കുന്നതുമാണ്. തീർത്ഥാടനത്തോട് അനുബന്ധിച്ച് 30, 31, 2026 ജാനുവരി 1 തീയതികളിലായി 12-ൽ പരം സമ്മേളനങ്ങളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് പല റോഡുകളും ഇപ്പോഴും വെള്ളാനകളുടെ നാട്ടിലെ റോഡുകളായി തന്നെ തുടരുന്നല്ലോ എന്നതാണ്. ഈ തൃശ്ശൂർ പുന്നയൂർക്കുളം മാഞ്ചിറയിലെ റോഡ് തോട്ടിലേക്ക് തകർന്നു വീണിരിക്കുന്നു. 13 കോടിയോളം രൂപ ചെലവഴിച്ചാണ് 8 വർഷം മുൻപ് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. വലിയ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. കഴിഞ്ഞ ദിവസമായിരുന്നു പുന്നയൂർക്കുളം മാഞ്ചിറയിൽ റോഡ് തോട്ടിലേക്ക് തകർന്നു വീണത്. റോഡ് തകർന്നു വീഴുന്നത് കണ്ട സ്വകാര്യ ബസ് ഉടൻ നിർത്തിയിട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. റോഡിൽ വിള്ളൽ വീണത് ഒരാഴ്ച മുൻപ് കണ്ടെത്തിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു.
കഴിഞ്ഞ റോഡ് പണിയുടെ കാലത്ത് തന്നെ ഈ നാട്ടിലെ നാട്ടുകാരും മെമ്പറും അതുപോലെ തന്നെ പാടത്തുമായി ബന്ധപ്പെട്ടിട്ട് നിരന്തരമാണ് കൃഷിക്കാരും ഈ പാലം പണിയുടെ സമയത്ത് തന്നെ ഈ പാലം പുതുക്കി പണിതുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അധികാരികളും കഴിഞ്ഞ ഭരണസമിതി പൂർണ്ണമായിട്ട് അവോയ്ഡാക്കി ഇവിടെ നോക്കിയിട്ട് യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിലുള്ള നിലപാടെടുക്കുകയും അങ്ങനെ ഒരു ഏച്ചുകൂട്ടലുള്ള രീതിയിൽ പുതുക്കി പണിതിട്ടുള്ളതാണ്. അന്ന് മുതൽ പറയുന്നതാണ് ഈ പാലത്തിന് അപകടമുണ്ട്, പാലം എന്ത് ചെയ്യണം, പൊളിച്ച് പണിയണമെന്ന്, പ്രൊജക്റ്റ് വെക്കണം, ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കൃഷിക്കാർക്കുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അത് എന്ത് ചെയ്തിട്ടില്ല. അതിനുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല. 13 കോടിയോളം രൂപ ചെലവഴിച്ച 8 വർഷം മുൻപാണ് PWD റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. അമൃത ന്യൂസ്, തൃശൂർ. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിലേക്കുള്ള ഭക്തജന പ്രവാഹം തുടരുന്നു. ഏതാണ്ട് 1,00,000-നടുത്ത്, അതായത് 96,631 ഭക്തരാണ് ഇന്നലെ മാത്രം 18-ാം പടി ചവിട്ടിയത്. അതേസമയം പുല്ലുമേട് കാനനപാത വഴിയുള്ള തീർത്ഥാടകർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വണ്ടിപ്പെരിയാർ സത്രത്തിലൂടെ സ്പോട്ട് ബുക്കിംഗ് വഴി ഒരു ദിവസം 1000 തീർത്ഥാടകരെ മാത്രമേ കടത്തിവിടുകയുള്ളൂവെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. കിരൺ ചേരുകയാണ്. കിരൺ, ശബരിമല വിശേഷങ്ങൾ എന്തൊക്കെ? സ്വപ്ന, ശബരിമലയിലെ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ 1,00,000-നടുത്ത് അയ്യപ്പന്മാരാണ് 18-ാം പടി ചവിട്ടി മലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ മാത്രം 96,000-ഓളം അയ്യപ്പന്മാരാണ് 18-ാം പടി ചവിട്ടി സന്നിധാനത്ത് ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലത്തെ കണക്കുകൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ, അതായത് പുലർച്ചെ 12 മണി മുതൽ 6 മണി വരെയുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് 23,942 പേരിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നും 1,00,000-ന് അടുത്ത് അയ്യപ്പന്മാർ ദർശനം നടത്തും എന്ന് തന്നെയാണ് കണക്കൂട്ടപ്പെടുന്നത്. ഏതായാലും ശബരിമലയിലേക്കുള്ള ഈ ഭക്തജന തിരക്ക് തുടരുന്ന സമയത്ത് തന്നെ കാനനപാത വഴി വരുന്ന അയ്യപ്പന്മാരുടെ എണ്ണത്തിലാണ് ഏറ്റവും കൂടുതൽ വർധനമുണ്ടായിരിക്കുന്നത്. കാനനപാതയിൽ പ്രത്യേകിച്ച് പുല്ലുമേട് വഴി വരുന്ന അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി അത് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇതേ സമയത്ത് തന്നെ നമുക്ക് സന്നിധാനത്ത് നിന്ന് ചില ദൃശ്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ശബരിമലയിലെത്തിയ ഒരു കുഞ്ഞു മണികണ്ഠൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാള കുഞ്ഞിന് ഇപ്പം എത്ര? 6 മാസം. എന്താണ് ചോറൂണോ? എന്ത് ചടങ്ങ്? പേരുവിളി. പേരുവിളിക്ക് വേണ്ടി എത്തിയിരിക്കുന്നത്. അതെ അതെ. ഒരു സ്വപ്ന, നമ്മളൊരു 6 മാസമുള്ള ഒരു കുഞ്ഞു മണികണ്ഠനെയാണ് ഇപ്പോൾ കണ്ടത്. അത് മണികണ്ഠൻ്റെ പേരുവിളിയും ഒപ്പം ചോറൂണും ഉള്ള ചടങ്ങിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം, കുഞ്ഞിൻ്റെ കുടുംബത്തോടൊപ്പം ഇവർ ഇവിടെ എത്തിയിരിക്കുന്നത്. സന്നിധാനത്ത് നിന്നുള്ളൊരു ദൃശ്യം ഇത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് സന്നിധാനത്തെ തിരക്കും കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാനനപാത വഴി വരുന്ന അയ്യപ്പന്മാരുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് നേരത്തെ അവിടെ നിന്നും സ്പോട്ട് ബുക്കിംഗ് വഴി ആളുകളെ അനുവദിച്ചുകൊണ്ടിരുന്നതിൽ ചെറിയൊരു നിയന്ത്രണം വരുത്തുകയും ഒപ്പം അതിലൊരു ക്രമീകരണം വരുത്തിയിരിക്കുന്നത് 1000 പേരിലേക്കാക്കി ചുരുക്കിയിരിക്കുകയാണ്. 1000 പേർക്ക് മാത്രമാണ് ഇനി പുല്ലുമേട് വഴി വരുമ്പോൾ സത്രത്തിലുള്ള സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രത്തിൽ നിന്ന് സ്പോട്ട് ബുക്കിംഗ് നടത്താൻ കഴിയുകയുള്ളൂ. എന്നാൽ നേരത്തെ തന്നെ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുള്ള അയ്യപ്പന്മാർക്ക് ദർശനം നടത്താൻ അത് അവർക്ക് അനുവദിച്ചിട്ടുള്ള ആ ഒരു സമയത്ത് തന്നെ കടന്നു പോകാനായിട്ട് അനുവദിക്കും എന്നുള്ളൊരു കാര്യം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും പുല്ലുമേട് വഴിയുള്ള അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ വലിയൊരു വർധനമുണ്ടായിട്ടുണ്ട്. അത് ഈ തീർത്ഥാടന കാലത്തിൽ വലിയൊരു വർധനമുണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് അറിയിച്ചതാണ്. കൂടാതെ ഈ അവിടെ കൂടി വരുന്ന അയ്യപ്പന്മാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസമാണ് പോലീസും വനം വകുപ്പും ഈ സ്ഥലത്ത് പരിശോധനകളൊക്കെ നടത്തിയിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഈ പുല്ലുമേട് വഴിയുള്ള സ്പോട്ട് ബുക്കിങ്ങിൽ ഒരു ക്രമീകരണം വരുത്തിയിരിക്കുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ എരുമേലിയിൽ നിന്ന് വരുന്ന പരമ്പരാഗത കാനനപാത വഴി വരുന്ന അയ്യപ്പന്മാർക്ക് പ്രത്യേക പാസ് വേണം എന്നുള്ളൊരു ആവശ്യം നേരത്തെ തന്നെ ചില ഭക്തജന സംഘടനകൾ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യം അത് ഹൈക്കോടതിയോടുകൂടി ചർച്ച ചെയ്തതിന് ശേഷം നടപ്പിലാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം പ്രസിഡന്റ് സന്നിധാനത്ത് വെച്ച് അറിയിച്ചിരുന്നത്. എന്നാൽ അത് ഇത്തവണ അല്ലെങ്കിൽ ഈ ഒരു മണ്ഡലകാലത്തിൽ നടപ്പിലാകുമെന്ന് കരുതാൻ കഴിയില്ല. ഇനി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തോടുകൂടി മാത്രമേ ആ കാര്യം നടപ്പിലാക്കൂ എന്ന് ഇന്നലെ ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയുണ്ടായിരുന്നു.
ഏതായാലും ഈ എരുമേലി വഴി വരുന്ന അയ്യപ്പന്മാർക്ക് പ്രത്യേക പാസ് എന്നുള്ളൊരു കാര്യം അത് ഈ വർഷം നടപ്പിലാകില്ല എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. സ്വപ്ന, വലിയ തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്തും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങൾ കൂടിയാണ്, അവധി ദിവസങ്ങളാകുമ്പോൾ സ്വാഭാവികമായും അത് കൂടുക തന്നെ ചെയ്യും. എന്തായാലും ഈ പുല്ലുമേട് കാനനപാത വഴിയുള്ള തീർത്ഥാടകർക്ക് നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം വണ്ടിപ്പെരിയാർ സത്രത്തിലൂടെയുള്ള സ്പോട്ട് ബുക്കിംഗ് വഴി ഒരു ദിവസം 1000 തീർത്ഥാടകരെ മാത്രമേ നിലവിലിപ്പോൾ കടത്തിവിടുകയുള്ളൂ എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. കിരണാണ് വിവരങ്ങളുമായി ചേർന്നത്. ഡൽഹിയിൽ ഈ പുകമഞ്ഞൊരു രക്ഷയുമില്ല കേട്ടോ. വായുമലിനീകരണം അതിരൂക്ഷമായി തുടരുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പ്രധാന ഇടങ്ങളിലെല്ലാം ഈ 400-ന് മുകളിലാണ് AQI, അതായത് വായു മലിനീകരണ തോത് ഉള്ളത്. പ്രശാന്ത് ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. പ്രശാന്ത്, മുമ്പിലുള്ള ക്യാമറ പ്രശാന്തിനെ കാണാമോ എന്നെനിക്ക് കുഴപ്പമില്ല, വലിയ പ്രശ്നം തോന്നുന്നില്ല. വലിയ രീതിയിലുള്ള പുകമഞ്ഞ്, പ്രത്യേകിച്ച് ഈ 400 AQIക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ എത്രത്തോളമാണ്? ഈ നിയന്ത്രണങ്ങളും പരിശോധനയും എല്ലാം ഇപ്പോഴും തുടരുകയാണ്. സ്വപ്ന, ഗുഡ് മോർണിംഗ്. ഏതായാലും രാജ്യതലസ്ഥാനവും ഉത്തരേന്ത്യയും എന്നെല്ലാം തന്നെ അതിശൈത്യത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയമാണ്. സാധാരണഗതിയിൽ ശൈത്യത്തിന്റെ സമയത്ത് തന്നെ പുകമഞ്ഞ് രൂക്ഷമാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ ഡൽഹിയെ സംബന്ധിച്ച ഈ മലിനീകരണം കൂടി രൂക്ഷമായ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്രയധികം പ്രതിസന്ധി നേരിടുന്നത്. ഇപ്പോൾ തന്നെ ദൂരപരിധിയൊക്കെ വലിയ പ്രശ്നമായി നിൽക്കുകയാണ്. വാഹനങ്ങൾ വളരെ വേഗത കുറച്ച് പോകണമെന്ന നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മലിനീകരണം ഒരു രക്ഷയുമില്ലാത്തൊരവസ്ഥയിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൽ കാര്യമായ മാറ്റങ്ങൾ, കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ രാജ്യതലസ്ഥാനത്ത്. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും വലിയ മാറ്റമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നും അക്ഷർധാം, ITO അടക്കമുള്ള മേഖലകളിലൊക്കെ തന്നെ 400-ന് മുകളിലാണ്, 420ഒക്കെയാണ് പല സ്ഥലത്തും ഇപ്പോൾ വായു മലിനീകരണ തോത് നിൽക്കുന്നത്. നമുക്കറിയാം 50 എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. 50-നും 70-നും ഇടയ്ക്കാണ് സാധാരണഗതിയിൽ നമുക്ക് നല്ല വായു ലഭിക്കുക എന്നുള്ളതാണ്. അതിന് മുകളിലേക്ക് പോകുമ്പോഴേക്കും കുറെ കൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത് 425ഒക്കെ ആകുമ്പോൾ എത്രത്തോളം അപകടകരമാകുന്ന ഒരവസ്ഥയാണ് ഉള്ളതെന്ന് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നിയന്ത്രണങ്ങൾ ഇവിടെ കൃത്യമായി തന്നെ തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് 24 മണിക്കൂറിനുള്ളിൽ 11,000-ഓളം വാഹനങ്ങൾക്കാണ് ഇന്നലെ പിഴയിട്ടത്. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നുണ്ട്. കൃത്യമായ പരിശോധനകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അതിർത്തി പ്രദേശങ്ങൾ, പഞ്ചാബിന്റെയും ഹരിയാനയുടെയൊക്കെ തന്നെ ഉത്തർപ്രദേശിന്റെയൊക്കെ അതിർത്തികളിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. BS6 അല്ലാത്ത വാഹനങ്ങൾ പ്രവേശിപ്പിക്കുന്ന കർശന നിർദ്ദേശമുണ്ട്. പെട്രോൾ പമ്പുകളിൽ ഈ പുക മലിനീകരണവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ കാണിച്ചാൽ മാത്രമാണ് ഇന്ധനം നിറയ്ക്കാനുള്ള സംവിധാനമൊക്കെ ഒരുക്കുന്നുള്ളത്. പക്ഷേ അങ്ങനെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോഴും യാതൊരു തരത്തിലുള്ള കുറവ് ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയ ഒരു സംസ്ഥാനം, ഒരു സ്ഥലം കൂടിയാണ് ഡൽഹി എന്ന് നമുക്ക് പറയേണ്ടി വരും. മുമ്പേ കഴിഞ്ഞാൽ കുറെ കൂടി കൂടുതൽ വാഹനങ്ങൾ നിരത്തിലുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ കുറെ അധികം ഇവിടേക്ക് എത്തുന്നതൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. പൊതുഗതാഗത സംവിധാനം വളരെ ശക്തമാണ്. എങ്കിൽ പോലും ഇത്രയധികം വാഹനങ്ങൾ വരുന്നത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊന്ന് പുകമഞ്ഞാണ്. ഇന്നും വിമാന സർവീസുകൾ തടസ്സപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്നലെ മാത്രം 270ഓളം വിമാന സർവീസുകളെയാണ് പുകമഞ്ഞ് ബാധിച്ചത്. സമാനമായ രീതിയിൽ തന്നെ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ 8 ഡിഗ്രിയാണ് ഈ സമയത്ത് പോലും തണുപ്പ് നിലനിൽക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു ക്രമീകരണങ്ങൾ പലതായി നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് വർക്ക് ഫ്രം ഹോം അടക്കമുള്ള സംവിധാനങ്ങൾ വരുത്തിയിട്ടുണ്ട്. മാത്രമല്ല വാഹനങ്ങളുടെ വേഗത അടക്കമുള്ള കാര്യങ്ങളുടെ നിർദ്ദേശം കൊണ്ട് ഏതായാലും വിമാനത്താവളങ്ങളിൽ കൃത്യമായൊരു മാർഗനിർദ്ദേശം ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന ചില ക്രമീകരണങ്ങൾ നടത്തി എന്നുള്ളതാണ് വിമാന കമ്പനികൾ വ്യക്തമാക്കുന്നത്. യാത്രക്കാർ അതിനോട് സഹകരിക്കണമെന്നുകൂടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സ്വപ്ന, വലിയ രീതിയിൽ തന്നെ ജനജീവിതത്തെ പുകമഞ്ഞ് ബാധിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായി. പ്രശാന്ത് ഷെയർ ചെയ്ത ഒരു വീഡിയോയാണ് ഓർമ്മ വരുന്നത്. അതിൽ ഒരു മുറിക്കുള്ളിലിരിക്കുമ്പോൾ ആ മുറിക്കകത്തെ വായു മലിനീകരണത്തിൻ്റെ തോത് രേഖപ്പെടുത്തുന്നുണ്ട്. ഏതാണ്ട് 50ഓടടുത്താണ് ആ ഫിഗർ വരുന്നത്. ഈ ജനാല തുറക്കുമ്പോൾ ഇത് ഇങ്ങനെ കൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാക്കും വീടിൻ്റെ ഒന്നും ജനാല പോലും തുറക്കാൻ, അല്ലെങ്കിൽ ജനലയും വാതിലുമൊന്നും തുറക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് ഡൽഹി നിവാസികളുടെ ജീവിതം വളരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ പുക മഞ്ഞിൻ്റെ സാഹചര്യത്തിൽ. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെ പോയ വാരം വിപണി വിലയിരുത്തുന്നു?
പോയ വാരം നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. 0.3% നഷ്ടമാണ് മുൻനിര ഓഹരി സൂചികളിൽ ഉണ്ടായത്. ആഴ്ചയിലെ ആദ്യ 4 ദിവസങ്ങളിൽ നഷ്ടമായിരുന്നെങ്കിൽ അവസാന ഒരു ദിവസം ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യമാണ് ആ നഷ്ടത്തിൻ്റെ തോത് ഗണ്യമായി കുറച്ചത്. വെള്ളിയാഴ്ച നല്ലൊരു നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മുൻനിര ഓഹരികളിലും ഒപ്പം തന്നെ രണ്ടാം നിര ചെറുകിട ഓഹരികളിലും വലിയൊരു തിരിച്ചുവരവ് വിപണിയിലുണ്ടായി. ആഗോള വിപണിയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റമാണ് നമ്മുടെ വിപണിയിലെ ഈ ഒരു നിക്ഷേപ താല്പര്യത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം. US വിപണിയിൽ നല്ല നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. മാത്രമല്ല ഏഷ്യൻ വിപണികളിലും നല്ല ഒരു നേട്ടം പ്രകടമായിരുന്നു. ഇതിനോടൊപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിക്ഷേപ തോത് വർദ്ധിച്ചതും വിപണിക്ക് പ്രോത്സാഹനമായി. ആഴ്ചയിൽ അവസാന 3 ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപകരായിരുന്നു. കഴിഞ്ഞ ദിവസവും വിപണിയിൽ നല്ല രീതിയിലൊരു നിക്ഷേപം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തി. അവരുടെ ആ തിരിച്ചുവരവും വിപണി ഒരു ആഘോഷമാവുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിലൊരു നിക്ഷേപ താല്പര്യം ഒട്ടുമിക്ക മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വിപണിയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിലും വിപണിയിൽ മുന്നേറ്റം തുടർന്നേക്കുമെന്നുള്ളതിൻ്റെ സൂചന നൽകിക്കൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ ഏറ്റക്കുറിച്ചുകളെ സൂചിപ്പിക്കുന്ന ഇന്ത്യ വിക്സ് സൂചിക ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒറ്റക്ക നമ്പറിലേക്കാണ് ഇന്ത്യ വിക്സ് സൂചിക എത്തിയത്. ഇത് കാണിക്കുന്നതും വരും ദിവസങ്ങളിൽ ഭയരഹിതമായി തന്നെ വിപണി മുന്നോട്ട് നീങ്ങുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇതെല്ലാം വരും ദിവസങ്ങളിലും വിപണി മുന്നോട്ട് നീങ്ങുമെന്നുള്ള പ്രതീക്ഷ നൽകുന്നതുമാണ്. ഇനി തുടർച്ചയായി വിപണിയിൽ ഒരു നേട്ടം സാധ്യമാവണമെങ്കിൽ മുൻനിര സൂചികയായ നിഫ്റ്റി 26,000 എന്നുള്ള പ്രധാന നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കേണ്ടതുണ്ട്. അടുത്ത ആഴ്ച ആ ഒരു നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം തുറന്നിക്കുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും നേരിയ തോതിലെങ്കിലും ഏറ്റക്കുറച്ചിൽ വിപണിയിലുണ്ടാവും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ തന്നെയായിരിക്കും നിർണായകമാവുക. അവർ നിക്ഷേപം തുടരുകയാണെങ്കിൽ തീർച്ചയായും വിപണിയുടെ എക്കാലത്തെയും ഉയർന്ന നിലവാരമായ 26,300 എന്ന നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം തുടരാൻ അത് സഹായിക്കുകയും ചെയ്യും. നന്ദി ശ്രീദിലീപ്. കണ്ണൂർ വെണ്ടുട്ടായിൽ പടക്കം പൊട്ടി യുവാവിന് പരിക്കേറ്റ സംഭവത്തിൽ തിരികൊളുത്തുന്നതിനിടയിൽ കയ്യിൽ നിന്ന് പടക്കം പൊട്ടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബോംബ് സ്ഫോടനമാണ് നടന്നത് എന്നായിരുന്നു പ്രാഥമികമായി കിട്ടിയിരുന്ന വിവരം. കോഴിക്കോട് തൊണ്ടയാട് സിഗ്നലിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. മുക്കം സ്വദേശിയായ വിനയ് സുകുമാരൻ എന്നയാളുടെ ആഡംബര കാറാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ബീച്ച്, വെള്ളിമാടുകുന്ന് എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും നഗരത്തിലേക്ക് വരുമ്പോഴായിരുന്നു സംഭവം. വാഹനത്തിലുണ്ടായിരുന്ന 2 യാത്രക്കാരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോഴിക്കോട് കൊയിലാണ്ടി പൊയിൽക്കാവിൽ ദേശീയപാതയിൽ മരം കയറ്റി വന്ന ലോറി മറിഞ്ഞ അപകടമുണ്ടായി. ഇന്നലെ രാത്രി 9:30 കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. സർവീസ് റോഡിൽ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്താണ് അപകടമുണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പര ഇന്ത്യ 3-1 സ്വന്തമാക്കി. അവസാന മത്സരത്തിൽ 30 റൺസിന് ജയിച്ചാണ് ഇന്ത്യ പരമ്പര നേടിയത്. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനെത്തിയ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 231 റൺസ് നേടി. ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ എന്നിവരാണ് ഇന്ത്യയെ കൂറ്റൻ സ്കോറിലേക്ക് നയിച്ചത്. വിജയലക്ഷ്യം പിന്തുടർന്ന ബാറ്റിംഗിന് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുക്കാൻ മാത്രമാണ് സാധിച്ചത്. 35 പന്തിൽ 65 റൺസ് എടുത്ത ക്വിന്റൻ ഡിക്കോക്കാണ് ടോപ്പ് സ്കോറർ. ഇന്ത്യക്ക് വേണ്ടി വരുൺ ചക്രവർത്തി 4 വിക്കറ്റ് നേടി. In focus this format now, the next few months. India is looking good. Tricolors flying high. I need this form to continue for India. A few more months at least. അടുത്ത വർഷം ആദ്യം നടക്കുന്ന 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കറിന്റെ അധ്യക്ഷതയിലുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ടീം പ്രഖ്യാപനം നടത്തുക. ഇന്നലെ സമാപിച്ച ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പരയിലെയും മുഷ്താഖ് അലി ട്രോഫിയിലെയും പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ടീമിനെ സെലക്ട് ചെയ്യുക. സൂര്യകുമാർ യാദവ് നയിക്കുന്ന നിലവിലെ ടീമിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല എന്നാണ് സൂചന. എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് പുലർത്തിയ ഇഷാൻ കിഷൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ ടീമിലേക്കുള്ള തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. 2026 ഫെബ്രുവരി 7-നാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി ലോകകപ്പ് തുടങ്ങുന്നത്.